ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കൽ കുടുംബത്തിന്റെ യോഗ്യതയ്ക്ക് ചേരാത്തതുകൊണ്ട് അവിടുള്ളവര് ആ പെണ്ണിനെ മക്കളെ അകറ്റി നിർത്തിയിരിക്കുക. മാഡത്തിന്റെ മകളുമായി ഈ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ആ പെണ്ണും കുട്ടികളും വിവാഹപന്തലിൽ വരും. കിട്ടിയോടി? ഇപ്പൊ ശരിക്കും കിട്ടിയനെ. ആരെ വണ്ടിയിലുണ്ടായിരുന്നെന്നറിയോ? അന്ന് ഭൂമി വാങ്ങാൻ വന്നിട്ട് ഞങ്ങള് കായലിച്ചടിച്ചില്ലേ, അയാളാ. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് അയാളുടെ വണ്ടി തള്ളാൻ നീ വന്ന് ചാടിയത്? അയാളോട് ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ. ഒന്ന് പോടി അവിടുന്ന്. രാജലക്ഷ്മി വന്നിട്ട് പോയതേ ഇല്ലല്ലേ? ഇല്ല, പണിക്കാരുണ്ടായിരുന്നല്ലോ, അവരെ കൂടെ തന്നെ നിക്കണോന്ന് പറഞ്ഞിരുന്നു. ഒരുക്കങ്ങളൊക്കെ എത്രയായി? പൂജാരിമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കളമ്പാട്ടുകാരൊക്കെ കൃത്യസമയത്ത് തന്നെ വരും. സുരേന്ദ്രൻ കളമെഴുത്തുകാരെ വിളിക്കാൻ പോയിരിക്കുവാ. അകത്തൊക്കെ എങ്ങനെയാ? പാമ്പും പഴുതാരൊക്കെ കയറി കിടക്കുവാണോ? ഇല്ല, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ആ, ഞാനൊന്ന് നോക്കട്ടെ. പാമ്പും പഴുതാരിയും ഒക്കെ സഹിക്കാം, നാവില് വിഷമുള്ള മനുഷ്യരെയാ നോക്കേണ്ടത്. വരൂ സുമിത്രേ. മകളായി ഞാനിവിടെ നിൽക്കുമ്പോ മരുമകളെയും കൊണ്ട് അകത്ത് നിന്റെ കൈയിരിപ്പുണ്ട്. എന്താ വന്ന കാലം നിന്ന് വഴക്കുണ്ടാക്കാതെ ഒന്ന് വരൂ അമ്മേ. എന്താ ഒരു മരപ്പണി! വീട് വയ്ക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു വീട് വെക്കണം. എങ്ങനെ വെക്കും? അതിന് വല്ല പണി എടുക്കണ്ടേ? ഞാനൊന്നും പറഞ്ഞില്ലേ. അതാ നല്ലത്. മോളെ നീ വാ, നമുക്ക് ഇവിടെ ബാക്കിയുള്ളവരുടെ കൂടെ പോയി നോക്കാം, അല്ലെങ്കിൽ ഇവൾ എന്നെ കടിക്കും. ഇറങ്ങിറങ്ങ, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേ. അതെ, കൂട്ടത്തിൽ 1-2 പേരെ ഇങ്ങോട്ട് വിളിച്ചോ. 1-2 മുറി വൃത്തിയാക്കാനുണ്ട്. ശരി ചേച്ചി. മോളെ, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരും അകത്തേക്കാണോ? എന്തിനാ? അകത്തൊരു മുറി വൃത്തിയാക്കാനുണ്ട്. അതെ, ഞങ്ങള് വന്നത് കളം വരയ്ക്കാനാ, അല്ലാണ്ട് വീട്ടു ജോലിക്കല്ല. അതിന് വേറെ ആളെ നോക്കണം. ആ മുറി വൃത്തിയാക്കുകയാണെങ്കിലേ ഞാൻ കുറച്ച് കൂടുതൽ കാശ് നിങ്ങൾക്ക് അങ്ങോട്ട് മേടിച്ചു തരാം. കാശ് കിട്ടുവോ? മേടിച്ചു തരാമെന്നേ. അങ്ങനെയാണെങ്കിൽ നോക്കാം. എടി, അതിനകത്തേക്കൊന്നും കേറണ്ട. ഈ തമ്പുരാട്ടിമാർക്കൊക്കെ വലിയ ഭാവം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? തമ്പുരാട്ടിമാർക്ക് വലിയ ഭാവാണെങ്കിലേ നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട. നീ ചെന്നേ ആ സാധനങ്ങളൊക്കെ ഇറക്കി വെക്ക്. ഗീതു, നീ എന്റെ കൂടെ നടക്കേട്ടാ. അതെ, കാശ് വരുമ്പോ ഇതും കൂടി ഓർമ്മ വേണം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലിട്ട് ഞാൻ നാറ്റിക്കും. എന്റെ കൃഷ്ണൻ, ഞാൻ മേടിച്ചു തരാം. ആദ്യം അകത്തോട്ടൊന്ന് കേറ്. കുട്ടിയും മുറി വൃത്തിയാക്ക്. കുട്ടി എന്റെ കൂടെ വാ.
ഗാഥ, നിന്റെ എൻഗേജ്മെന്റ് പുരാതന തറവാട്ടിൽ വെച്ച് നടത്താന്ന് പറഞ്ഞ കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? യെസ് യെസ്, ഞാനും അത് പറയാൻ നിൽക്കായിരുന്നു. ഇനി വല്ലപ്പോഴും ഒന്നും ഗാഥയെ കാണണമെന്ന് തോന്നിയ ഏതെങ്കിലും സർപ്പക്കാവിൽ പോയി നോക്കേണ്ടി വരുമായിരിക്കും. മതി മതി, ഇത്രയ്ക്ക് കളിയൊക്കൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടി ഒരു റിസോർട്ടിൽ പോയില്ലേ? ആ റിസോർട്ടിനെ കുറിച്ച് 2 പേർക്കും എന്തായിരുന്നു അഭിപ്രായം? ഇറ്റ്സ് അമേസിംഗ്. എന്ത് നല്ല കൺസ്ട്രക്ഷൻ ആയിരുന്നു, അവിടുത്തെ തൂണുകളും വാൾസും ഒക്കെ. അതെന്താണെന്നറിയോ? ചെങ്ങന്നൂർ രാജവംശത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പഴയ കൊട്ടാരം അത്. അതിന് ഇത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ട് ഇപ്പൊ തറവാടുകളോട് എന്താ ഒരു പുച്ഛം? ഇവള് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇപ്പോഴേ ഭർത്താവിന്റെ വീട്ടുകാരെ ന്യായീകരിച്ചു തുടങ്ങി. വാല്യൂബിൾ ആയിട്ടുള്ള ഒന്നിനെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അത് പഴയതായാലും പുതിയതായാലും. യു റൈറ്റ് മോളെ. അല്ല, എന്തിന്റെ ആയിരുന്നു തർക്കം? ഒന്നുമില്ല മമ്മി, ഇവളുമാരുടെ ഓരോ സംശയത്തിന് മറുപടി പറഞ്ഞതാ. ആ, ഇതെന്താ മമ്മി? വൗ, ഇഷ്ടായോ? ഇതെന്താ ഇത്രയും നേരായിട്ട് എന്നോട് പറയാത്തെ? ചില കാര്യങ്ങൾ പറയാതെ ചെയ്യുമ്പോ നിന്റെ മുഖത്ത് വരുന്ന ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, എനിക്കിത് കാണാൻ ഒരുപാട് ഇഷ്ടം. ട്രൈറ്റ്. നന്നായിട്ട് ചേരുന്നുണ്ട് ആന്റി. അതെ, വെരി ഗുഡ് സെലക്ഷൻ ആന്റി. എന്റെ മാരേജിന് ഓർണമെന്റ്സ് ഒക്കെ ആന്റി സെലക്ട് ചെയ്താൽ മതി. താങ്ക് യു മമ്മി. സിതാര ശ്രീനിവാസിന്റെ മകൾ ആൾക്കൂട്ടത്തിൽ ഒരാളാവാൻ പാടില്ല. ആൾക്കൂട്ടം നോക്കുന്ന ഒരേ ഒരാളാവണം. മാം, ഫോൺ. അത് സ്പീക്കറിലിട്. ഹലോ, സിത്താര മേഡം അല്ലേ? ആ അതെ. നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് തൽക്കാലം മേഡം അറിയണ്ട. പിന്നെന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്? ഒരാൾക്ക് ഫോൺ ചെയ്യുമ്പോ ഒരു സാമാന്യ മര്യാദയൊക്കെ ഇല്ലേ? മേഡം ദേഷ്യത്തിലാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തോളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് മേഡത്തിന്റെ മോളുടെ ഭാവിയെക്കുറിച്ചാ. എന്റെ മോളുടെ ഭാവിയെ കുറിച്ചോ? അതെ മേഡം, നവീൻ ഗോപാൽ വർമ്മയുമായി മേഡത്തിന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയല്ലേ? യെസ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന സിത്താര മേഡത്തിന് അക്കാര്യത്തിലൊരു തെറ്റ് പറ്റിപ്പോയല്ലോ. എന്ത് തെറ്റ്? ഈ പറയുന്ന നവീനുണ്ടല്ലോ, അയാൾ വിവാഹിതനാണ്. ആ ബന്ധത്തിൽ അയാൾക്ക് കുട്ടികളുമുണ്ട്. കള്ളം പറയരുത്. അന്വേഷിച്ചു നോക്ക് മേഡം. കളരിക്കൽ കുടുംബത്തിന്റെ യോഗ്യതയ്ക്ക് ചേരാത്തതുകൊണ്ട് അവിടുള്ളവര് ആ പെണ്ണിനെ മക്കളെ അകറ്റി നിർത്തിയിരിക്കുക. മേഡത്തിന്റെ മകളുമായി ഈ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ആ പെണ്ണും കുട്ടികളും വിവാഹ പന്തലിൽ വരും.